എല്ലാവരുടെയും വളരെയധികം പ്രിയപ്പെട്ട നമ്മുടെ ആനന്ദിന്റെ സ്വന്തം അമ്മ ശ്രീബാലയായിട്ടുള്ള സംഗീത മാമിനെയാണ്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പ്ലീസ് put your hands together to welcome സംഗീത മാധവൻ. ഹായ് മാം, ഹോൾ ഹാർട്ടഡ് വെൽക്കം. നിങ്ങൾ എല്ലാവരും മാമിനെ ഇപ്പം അല്ലെ കണ്ടിട്ട് വളരെയധികം എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ്. ഇത്രയും നാൾ നമ്മളെല്ലാവരും പറയുമ്പം ചിന്താവിഷ്ടയായ ശ്യാമള എന്ന് പറയുമായിരുന്നു. 1998 ഒരു സ്റ്റേറ്റ് അവാർഡും കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിനുശേഷം ഇപ്പൊ ഒരു ടൈറ്റിൽ കഥാപാത്രമായി എത്തിയിരിക്കുകയാണ് അല്ലെ, ശ്രീബാലയിലെ ശ്രീബാല ഇസ് യു. അപ്പം എന്റെ ഇന്റർവ്യൂല് അഭിലാഷേട്ടൻ പറയണ്ടായി ഗംഭീര പെർഫോമൻസ് ആണെന്ന്. അപ്പം ഒരു അവാർഡ് വിന്നിംഗ് പെർഫോമൻസ് ആണോ കൊടുത്തിരിക്കുന്നത്? വാട്ട് ആർ യുവർ എക്സ്പെക്ടേഷൻസ് അബൌട്ട് ദ ഫിലിം? ഹലോ ഓൾ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, നോ ഹീറോയിസം ഇസ് ഗ്രേറ്റർ ദാൻ മദർഹുഡ്. അപ്പോൾ ദിസ് ആനന്ദ് ശ്രീബാല ഇസ് ബിറ്റ് അബൌവ് ദാറ്റ്. സോ ഞാനിപ്പോൾ ഒരു അമ്മയായതുകൊണ്ട് ഐ ക്യാൻ വെരി വെൽ കണക്ട് വിത്ത് അഭിലാഷ് സ്ക്രിപ്റ്റ്. സോ കുറേ കാലമായിട്ട് എന്നെ ശ്യാമളയായിട്ട് കണ്ട എല്ലാവരും 15th നവംബർ തൊട്ട് ആനന്ദ് ശ്രീബാലയിൽ തിയേറ്ററിൽ പോയിട്ട് കാണണം എന്ന് എൻ്റെ ആഗ്രഹമുണ്ട്. അത് കണ്ടിട്ട് പിന്നെ എങ്ങനെയുണ്ടെന്ന് എല്ലാവരും പറഞ്ഞാൽ മതി. സോ ഇങ്ങനത്തെ ഒരു നല്ലൊരു ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ ഐ എം റിയലി വെരി ലക്കി. സോ ഒരുപാട് ആൾക്കാർക്ക് ഞാൻ ഐ എം താങ്ക്ഫുൾ. അപ്പം ആൻ മെഗാ മീഡിയ, കാവ്യ ഫിലിം കമ്പനി, അവർ ഭയങ്കര ഒരു എന്നെ പാമ്പർ ചെയ്തു. സോ വെരി കംഫർട്ടബിളി ഐ വർക്ക്. കുറേ കാലങ്ങളായിട്ട് നിറയെ പടങ്ങൾ എനിക്ക് എന്താ അപ്രോച്ച് ചെയ്യുമ്പോഴൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ ചെയ്യുമ്പം അത് ഇറ്റ് ഹാസ് ടു ബി സംതിങ് യുനോ എനിക്ക് നല്ല കണക്ട് ആവുന്ന ഒന്ന് ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഐ തിങ്ക് ആനന്ദ് ശ്രീബാല ഇസ് ഗോയിങ് ടു ബി മൈ ഹോൾ ഹാർട്ടഡ് ലൈഫ് ടൈം മൂവി. സോ ഐ എം വെരി താങ്ക്ഫുൾ ടു അഭിലാഷ് ഹിയർ. അഭിലാഷ് എൻ്റെ ഒരു ഫാമിലി പോലെ ആയിപ്പോയി. അപ്പം ഞാൻ ലൊക്കേഷനിൽ വന്ന് കാണുമ്പോഴാണ് അഭിലാഷ് എല്ലാവരുടെ ഫാമിലിയാണ് മനസ്സിലാക്കിയത്. ഇസ് എ വെരി നൈസ് പേഴ്സൺ. സോ താങ്ക് യു സോ മച്ച് അഭിലാഷ് ഫോർ അപ്രോച്ചിങ് മീ. അപ്പം പിന്നെ വിഷ്ണു വിനയ് ഈസ് എ ഡെഡിക്കേറ്റഡ് ഹ്യൂമൻ എന്ന് പറയാം, വെരി മച്ച് ഡെഡിക്കേറ്റഡ്. സോ താങ്ക് യു സോ മച്ച് വിഷ്ണു. ആൻഡ് ഐ എം താങ്ക്ഫുൾ ടു DOP വിഷ്ണു നാരായൺ സർ. പിന്നെ അർജുൻ, opportunity to work with Arjun once again. മാം ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ഇപ്പം മകനായിട്ട് ഒപ്പം അഭിനയിച്ചു കഴിഞ്ഞപ്പോൾ ഒരു മകനോട് തോന്നുന്ന ആ ഒരു കണക്ഷൻ അല്ലേ, ആ ഒരു റാപ്പോ ഒരു കെമിസ്ട്രി തോന്നിയിരുന്നതാണ്? അർജുൻ ചേട്ടൻ നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആണ്. അർജുൻ അശോകൻ ഫാൻസ് ഇല്ലേ ഇവിടെ? ഉണ്ട്, ഞാനുണ്ട് കേട്ടോ. പിന്നെ അർജുൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഷോർട്ടിലാണ് നമ്മൾ ഉള്ളതെന്ന് മറക്കും. അർജുൻ അങ്ങനെ നമ്മളെ ഹി ജസ്റ്റ് ക്യാരീസ് അവേ us through his അത് പെർഫോമൻസ് എന്നൊന്നും പറയില്ല. ഹീസ് ഇൻ ടു ഇറ്റ്, ഹീസ് ആനന്ദ്. സോ അങ്ങനെയാണ് ഞാൻ അർജുനെ കണ്ടത്. സോ അപ്പം ഞാൻ ഷോർട്ട് കട്ട് പറഞ്ഞിട്ടും ഞാൻ അങ്ങനെ നിൽക്കും, അർജുൻ ഉണ്ടാവില്ല, ഞാൻ അങ്ങനെ നിന്ന് പോകും. സോ ദാറ്റ്സ് ഹൗ. താങ്ക് യു അർജുൻ, താങ്ക് യു സോ മച്ച്. സോ ഐ ഹാവ് ടു താങ്ക് ലോട്ട് ഫോർ ദിസ്. ഡെഫിനറ്റ്ലി എന്തെങ്കിലും ഒന്ന് അല്ലെ ഓഡിയൻസിനോട് കൺവേ ചെയ്യാനുണ്ടാകും. അപ്പൊ നമുക്ക് ഒരു വലിയ കൈയടിയോട് കൂടി ആനന്ദിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. Here we have Arjun Ashokan. ഹലോ, പ്രത്യേകിച്ചൊന്നും പറയാനില്ല. 15-ാം തീയതി പടം ഇറങ്ങാണ്. മാം പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് മാമിൻ്റെ വായനൊക്കെ ഇതൊക്കെ കേൾക്കാൻ. കാരണം ചെറുപ്പം തൊട്ട് കണ്ട് വളർന്ന് ശ്യാമളയെ മറക്കൂല എല്ലാവരും. അപ്പോൾ ശ്യാമള ഇതൊക്കെ പറയുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമുണ്ട്. പിന്നെ ഇത് ഞാൻ ഇത്ര നാളും ചെയ്തതിൽ വെച്ചിട്ട് വലിയൊരു പടമാണ് എനിക്കത്. അത് തന്ന പ്രൊഡ്യൂസേഴ്സായ വേണു സാറിനും ആൻഡോ ചേട്ടനും പിന്നെ അഭിലാഷ് ചേട്ടനും വിഷ്ണു ചേട്ടനും കൂടെയാണ് ഈ പടം. അതെല്ലാം ഇതൊക്കെ പറഞ്ഞുള്ള എല്ലാവരും പ്രത്യേകിച്ച് പിന്നെ പറഞ്ഞ് ബോറടിപ്പിക്കുള്ള വലിയൊരു പടമാണിത്. ഇത് എനിക്ക് വലിയ പടമാണ്, എല്ലാവരും കാണുക. കാരണം എന്നെ നായകനാക്കി ഒരു പടമൊക്കെ ചെയ്യുമ്പോൾ കുറേ റിസ്ക് ഉണ്ട്, ഇല്ലാന്നിരിക്കാൻ പറയണ. പക്ഷെ അതിൻ്റെ മേജർ റിസ്ക് മാറ്റിയത്
അഭിലാഷ് പിള്ളൈ എന്നുള്ളൊരു വ്യക്തിയാണ്. പുള്ളി ചെയ്ത മാളികപ്പുറത്തിന്റെ ഒരു അടുത്ത പടമായിട്ടാണ് എല്ലാവരും ഇത് കാണുന്നത്. പിന്നെ വിനയൻ സാറിന്റെ മകൻ ഡയറക്റ്റ് ചെയ്യുമ്പോൾ സാധാരണ ഒരു പടമായിരിക്കില്ലല്ലോ. അപ്പൊ അതൊക്കെയാണ് എന്നെ കൂടുതലും ഇതിലേക്ക് ഇൻറ്റു ആയത്. പിന്നെ പ്രൊഡ്യൂസേഴ്സ് മേജർലി ആൻഡ്രൂ ജോസഫ് ആൻഡ് വേണുചേട്ടൻ, ഇവരൊക്കെ എന്തായാലും ഒരു പടം ചെയ്യുമ്പോൾ ഒന്നും കാണാണ്ട് ആ പടം ചെയ്യില്ല എന്നൊരു വിശ്വാസമുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് എന്നെ ഈ പടത്തിലേക്ക് ലീഡ് ചെയ്തത്. പിന്നെ സംഗീത മാമിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി. രണ്ടാമതും അമ്മയും മകനായിട്ട് തന്നെ ഞങ്ങൾ അഭിനയിച്ചേക്കണം. അപ്പോൾ അത് വല്ലാത്തൊരു ഫീലായിരുന്നു. ഇപ്പോൾ അഭിചേട്ടൻ പറഞ്ഞ പോലെ ക്ലൈമാക്സിലൊരു സീക്വൻസ് അഭിനയിച്ചപ്പോൾ ഓട്ടോമാറ്റിക്കലി ഉള്ളിൽ നിന്ന് കരഞ്ഞുപോയി. അത് ബാക്കി തിയേറ്ററിൽ കാണുന്ന എനിക്കത് കൂടുതൽ പറഞ്ഞു കഴിഞ്ഞ് അഭിചേട്ടൻ സസ്പെൻസ് കളഞ്ഞ കളയാനുള്ള. അപ്പൊ എല്ലാവരും ദയവേത് തിയേറ്ററിൽ പോയി കാണണം. നല്ലൊരു പടമാണെന്ന് വിശ്വാസമുണ്ട്. കൂടുതൽ നിങ്ങൾ കണ്ടിട്ട് ബാക്കി പറഞ്ഞ അടിപൊളിയായിരിക്കും. നമസ്കാരം കേട്ടാ. അപ്പോ താങ്ക് യു സോ മച്ച്. അത്ര തന്നെ. പിന്നെ അപർണ ദാസ്, അപർണയെ കൂടി ഞാൻ ഈ വേദിയിലേക്ക് ഇത് ശ്രീബാലയാണ്. അതാണ് ഞാൻ പറഞ്ഞേ, 2 കോയ. ഇതിലേതാണ് കോയ എന്ന് എനിക്ക് അറിയാൻ പാടില്ല. അതറിയാൻ നവംബർ 15 വരെ വെയിറ്റ് ചെയ്യണം അല്ലേ. അപ്പം ഓൺ ദ ലെഫ്റ്റ് നമുക്ക് ഒരു ശ്രീബാല ഉണ്ട്. മറ്റു ശ്രീബാലയെ കൂടി ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. പ്ലീസ് ഗിവ് ഇറ്റ് അപ്പ് ഫോർ അപർണ ദാസ്. ഇതെന്താണ് ആരും കൈയടിക്കാത്തത്? ഇതൊരു സുഖം. അർച്ചേട്ടൻ ഞാൻ പറഞ്ഞ കൈയടിക്കില്ല, പക്ഷെ അർച്ചേട്ടൻ പറഞ്ഞ അവര് കൈയടിക്കും. അതാണ്. അപ്പം എന്തായാലും ഹീറോയിൻ ഓഫ് ദ ഫിലിം ഇസ് ഹിയർ. അപർണ, എക്സൈറ്റഡ് ഫോർ ദ ഫിലിം. എല്ലാവരും പറഞ്ഞ വലിയ സിനിമയാണ് എന്ന്. അബൌട്ട് യുവർ ക്യാരക്ടർ ആൻഡ് അബൌട്ട് ദ ഫിലിം. എല്ലാവർക്കും നമസ്കാരം. അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കിയിരുന്നപ്പം ബാക്കിൽ ഇത്ര ആൾക്കാരുണ്ടെന്ന് അറിഞ്ഞില്ല. ആക്ച്വലി അത്യാവശ്യം ക്രൗഡ് ഉണ്ട്. സന്തോഷം. വന്നതിലും ഇവിടെ നിൽക്കുന്നതിലും ഒരുപാട് സന്തോഷം. ഫസ്റ്റ് തന്നെ വിനയൻ സാർ, ഒരുപാട് സന്തോഷമുണ്ട് സാറിന്റെ മുന്നിലൊരു ഞാൻ നായികയായിട്ട് അഭിനയിച്ചൊരു സിനിമയുടെ ഇങ്ങനെ ഒരു സ്റ്റേജ് കിട്ടിയതിൽ ഒരുപാട് സന്തോഷം. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ എനിക്കും ഈ പറഞ്ഞ ആൾക്കാരോടൊക്കെ നന്ദി പറയണമെന്നുണ്ട്. പക്ഷെ ഈ പടത്തിന്റെ തുടക്കമൊക്കെ ആയിരുന്നെങ്കിൽ എല്ലാവരോടും 1 by 1 ആയിട്ട് നന്ദി പറഞ്ഞേനെ. പക്ഷെ ഇപ്പോ എല്ലാവരും എനിക്ക് ഭയങ്കര ഒരു ഫാമിലിനെ പോലെ ആയി. ഇപ്പം അഭിലാഷ് ചേട്ടനാണെങ്കിലും വിഷ്ണു ചേട്ടനാണെങ്കിലും നമ്മുടെ DOP വിഷ്ണു ചേട്ടനാണെങ്കിലും എല്ലാവരും എന്റെ ഫാമിലി പോലെയായി. അപ്പൊ ഇവരോടൊക്കെ എടുത്തു നന്ദി ഞാൻ പറയണില്ല. ബട്ട് താങ്ക് യു ഓൾ. വിഷ്ണു ചേട്ടനോട്, ബിക്കോസ് എന്നെ ഇതിൽ കാസ്റ്റ് ചെയ്തതിന് ഒരുപാട് സന്തോഷമുണ്ട്. ബിക്കോസ് ഇറ്റ്സ് എ ഗ്രേറ്റ് ഫിലിം. ഇതിന്റെ ഭാഗമാവാൻ പറ്റിയതിലും പിന്നെ എന്റെ പേര് നിങ്ങൾ ശ്രീബാല എന്ന് തന്നെ ഇട്ടതിലും ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ആനന്ദ് ശ്രീബാലയിലെ ശ്രീബാല അമ്മയാണെങ്കിലും എനിക്കും അവകാശപ്പെടാം എന്റെ ടൈറ്റിൽ ക്യാരക്ടർ എന്റെ കൂടെ ആണെന്ന്. അതുകൊണ്ട് സോ താങ്ക് യു ഓൾ. അതായത് മിക്ക മൂവീസിലും ഇപ്പൊ ശിവതയുണ്ട്. ബിസി സ്കെഡ്യൂൾ, ബിസി ഡേയ്സ്. എല്ലാവർക്കും നമസ്കാരം. എനിക്ക് തോന്നുന്നു ഇപ്പൊ ഒരു ഇതായിട്ടുണ്ട്, ശിവത പടത്തിൽ ഗസ്റ്റ് റോളിൽ ഉണ്ടെങ്കിൽ പടം ഹിറ്റ് ആവുന്നു. അതുകൊണ്ടാന്ന് തോന്നുന്നു. അല്ലെങ്കിൽ